പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 4:31 മുതൽ 54 വരെയുള്ള വാക്യങ്ങളാണ് നാം ധ്യാന പഠന വിഷയമാക്കാൻ പോകുന്നത്. 31-ാം വാക്യം: യേശുവും സമരിയാക്കാരിയും തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിന്നു. യേശു തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൾ പട്ടണത്തിലേക്ക് പോയി അവരെ അറിയിക്കുവാനായി. തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബി, ഭക്ഷണം കഴിച്ചാൽ. അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അപ്പൊ ഈ ശിഷ്യന്മാർ വിചാരിച്ചു, ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു കാണും. യേശു ഇത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനും അവന്റെ വേല പൂർത്തിയാക്കാനും വേണ്ടി മാത്രം ജീവിച്ചു. യേശുവിന് ദൈവപിതാവിനെ ലോകത്തിന് പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചത് താൻ പിതാവിൽ നിന്ന് വരുന്നു എന്ന ബോധ്യം യേശുവിനുണ്ടായിരുന്നു. പിതാവ് തന്നെ എന്തിനയച്ചു എന്ന ബോധ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ജീവിച്ചു. യേശു പിതാവിന്റെ ഇഷ്ടം സ്വഭക്ഷണം ആക്കിയെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി, അവന്റെ വേല പൂർത്തിയാക്കാൻ വേണ്ടി മാത്രം യേശു ജീവിച്ചു. എന്നെ ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ലക്ഷ്യമെന്തെന്നറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റുന്ന ഒരു ശൈലിയാണോ നമുക്കുള്ളത്? എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ആണ് എൻ്റെ ഭക്ഷണമെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? തുടർന്ന് യേശു പറയുന്നു, 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവനിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. 4 മാസം കൂടെ കഴിയുമ്പോൾ വിളവെടുപ്പായി എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഇപ്പോൾ തന്നെ പാകമായിരിക്കുകയാണ് വിളവെടുക്കാൻ. ദൈവരാജ്യത്തിന്റെ വിളവെടുപ്പിന് സമയമായിരിക്കുന്നു എന്ന്. എന്തുകൊണ്ടാ പറഞ്ഞത്? യേശു വന്നു, യേശുവിൽ ദൈവരാജ്യം സമാഗതമായി. അതാണ് അതിന്റെ അർത്ഥം. യേശുവിലൂടെ ദൈവരാജ്യം സമാഗതമായി. കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. യേശു വന്നതോടെ ദൈവരാജ്യം നമുക്ക് സമീപസ്ഥമായി. കർത്താവ് പറയാണ്, കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവനിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറയാ, അതുവഴി നിങ്ങൾ നിത്യജീവനിലേക്ക് ഫലം ശേഖരിക്കും. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കും. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. പിന്നെ ആരാ അധ്വാനിച്ചത്? വിതച്ചതാരാ? പുത്രൻ തമ്പുരാൻ. ക്രിസ്തുശിഷ്യർ ദൈവരാജ്യത്തിന്റെ ഫലം ശേഖരിക്കാൻ നിയോഗിക്കപ്പെടുന്നവരാണ്. അപ്പൊ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കും എന്ന് പറയുമ്പോൾ ദൈവവും ക്രിസ്തുശിഷ്യരും അഥവാ മനുഷ്യനും. യേശു സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു. ഈ ഒരു പാതയിലേക്കാണ് ക്രിസ്തുശിഷ്യർ വരണമെന്നാണ് യേശു പറയുന്നത്. യേശുവിന്റെ മാതൃക സ്വീകരിക്കണം, അഥവാ ദൈവ തിരുഹിതം നിറവേറ്റുകയും അവിടുത്തെ വേല പൂർത്തിയാക്കുകയും ചെയ്യുക നമ്മുടെയും ഭക്ഷണമാക്കണമെന്ന് ഈ പറയുന്നതിന്റെ അർത്ഥം. യേശുവിലൂടെ വിതച്ചു, ഇത് കൊയ്യാൻ സമയം പാകമായി. ദൈവരാജ്യം സമീപത്തായി. ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഉടനടി കൊയ്ത്തിനിറങ്ങാൻ, ദൈവരാജ്യത്തിന്റെ ഫലം ശേഖരിക്കാൻ യേശുവിലൂടെ ദൈവം ഫലമേൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റി ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാനാണ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ വിളവ് നമ്മുടെ അധ്വാനം കൊണ്ടല്ല, പുത്രൻ തമ്പുരാനിലൂടെ ഓൾറെഡി ആയിക്കഴിഞ്ഞു. അവന്റെ കുരിശുമരണത്തിലൂടെ. യേശുവിന് മുമ്പ് വന്നവരെല്ലാം അധ്വാനിച്ചതിന്റെ ഫലം മുഴുവൻ മോശ മുതൽ ഇങ്ങോട്ട്
പ്രവാചകന്മാരിലൂടെ ഒക്കെ അറിയിച്ചതിൻ്റെ എല്ലാം ദൈവരാജ്യത്തെ അറിയിച്ചു, പഴയ നിയമത്തിലും ഒക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലം കൊയ്യാനാണ് ആരെ? ക്രിസ്തു ശിഷ്യരെ നിയോഗിച്ചേക്കുന്നത്. അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള കാലയളവ് മുഴുവൻ നോക്കിയേ, അവരിലൂടെ എല്ലാം ദൈവം വഴിയൊരുക്കിയിട്ട് യേശുവിലൂടെ പൂർത്തിയാക്കി. ഇത് കൊയ്യാനാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. 39 വാക്യം മുതൽ, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകം പേർ അവനിൽ വിശ്വസിച്ചു. ആ സമരിയാക്കാർ അവന്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശുവിന്റെ അടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുവന്നു സമരിയാക്കാർ. അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളോടൊത്ത് വസിക്കണമെന്ന്. അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. യഹൂദരുടെ രക്ഷകനെന്നല്ല, ഇസ്രായേലിന്റെ രക്ഷകനെന്നല്ല, ഇവൻ ലോകരക്ഷകനെന്ന്. അപ്പൊ നോക്കിയേ, ആ സമരിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യം കേട്ടിട്ട് പട്ടണത്തിലുള്ളവരെല്ലാവരും വന്ന്, അവർ പറഞ്ഞത് കേട്ടവരും അല്ലാതെ അനേകരും വന്ന് യേശുവിനോടൊത്ത് വസിച്ചിട്ട് ഇവൻ ലോകരക്ഷകനാണെന്ന് ഉദ്ഘോഷിക്കുകയാണ്. നമുക്ക് മറ്റുള്ളവരെ യേശുവിലേക്ക് ആനയിക്കാനേ കടമയുള്ളൂ. അവർ യേശുവിനോടൊത്ത് വസിച്ചിട്ട് അനുഭവിച്ചറിയട്ടെ. നഥാനിയേലും അങ്ങനെയല്ലേ? ഫിലിപ്പോസ് നഥാനിയേലിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. യേശുവാണ് നഥാനിയേലിൽ പരിവർത്തനം വരുത്തിയത്, യേശുവുമായുള്ള കണ്ടുമുട്ടലിൽ. അതുപോലെ നിക്കോദേമോസിനെ സമരിയാക്കാരി ചെന്ന് അവരോട് പറഞ്ഞതേ ഉള്ളൂ, അവരെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ യേശുവിനോടൊത്ത് വസിച്ചിട്ട് അവർ പറയാണ് യേശുവിനെ ലോകരക്ഷകനെന്ന്. യേശുവിന്റെ 2ാമത്തെ അടയാളം 43 മുതലുള്ള വാക്യങ്ങൾ. 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലിയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലിയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയാ ചെയ്തത്? പോകുന്ന വഴിക്ക് കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റി, ജെറുസലേമിൽ ചെന്ന് ദേവാലയം ശുദ്ധീകരിച്ചു, അവിടെ പഠിപ്പിച്ചു. അവിടെയും ചില അത്ഭുതങ്ങളൊക്കെ അവൻ പ്രവർത്തിച്ചു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അനേകര് അവനെ വിശ്വസിച്ചു. അതാണ് അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലിയിലെ കാനായിലെത്തി. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവന്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് വരണമേ. എന്ന് യേശു അങ്ങ് പ്രസംഗിച്ചോണ്ട് നിന്നാൽ പറ്റത്തില്ല. മരിക്കുന്നതിന് മുമ്പ്, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ചവൻ പോയി, സംശയിച്ചില്ല. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. ഇതുപോലെ പല കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കത്തില്ല, നമ്മൾ സംശയിക്കും. അവൻ വിശ്വസിച്ചു യേശു പറഞ്ഞ വചനം. വിശ്വസിച്ചവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. അവൻ വിശ്വസിച്ച ഉടനെ അത്ഭുതം കണ്ടു. ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണ് എന്ന് പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. അപ്പൊ ഈ ജോണിന്റെ സുവിശേഷത്തില് ഒരടയാളം യേശു പ്രവർത്തിച്ചിട്ട് ഉടനെ ആ അടയാളം കണ്ടവരെല്ലാം വിശ്വസിക്കുന്നത്. സുവിശേഷത്തിന്റെ 1-ാം ഭാഗം അടയാളങ്ങളുടെ പുസ്തകമാണ്. അടയാളങ്ങളിലൂടെ വിശ്വാസത്തിലേക്ക് വന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കണം. ഇവിടെ അത് തന്നെയാണ് അടയാളം കാണുന്നവരൊക്കെ വിശ്വസിക്കുന്നതായിട്ട് കാണുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം ഭാഗത്ത് 6 അടയാളങ്ങളാണ് ഇതിലുള്ളത്. ഈ 6 അടയാളങ്ങളിൽ 2ാമത്തേതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി 3-ാമത്തെ അടയാളം
5-ാം അധ്യായത്തിൽ നമ്മൾ കാണും. അത് അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് കേൾക്കാം. ഇന്ന് നാം ഈ 4-ാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച കാര്യങ്ങൾ അല്പസമയം പൊന്നുതമ്പുരാന്റെ തിരുമുൻപിലിരുന്ന് നാം കേട്ട കാര്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കാൻ തക്കവിധം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. 4-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാനമായി കണ്ടത് സമരിയാക്കാരി യേശുവുമായുള്ള സംഭാഷണത്തിൽ സമരിയാക്കാരിയുടെ ദാഹം, യേശു സമരിയായിലൂടെ പോകാൻ നിർബന്ധിതനായ ആന്തരിക പ്രേരണയാണ്. അതായത് ആത്മാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമരിയാക്കാരെ നേടാൻ വേണ്ടിയുള്ള യേശുവിൻ്റെ ആ ദാഹം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു യേശു പടിപടിയായി സമരിയാക്കാരിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഒരിടത്തും സമരിയാക്കാരിയെ കുറ്റപ്പെടുത്തിയില്ല. അവളാണെങ്കിലോ സമരിയാക്കാരി സത്യത്തോട് തുറവിയുള്ളവൾ. യേശു പറയുന്നതനുസരിച്ച് അവൾ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പടിപടിയായി വിശ്വാസത്തിൽ വളരണം. യേശു അവൾക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. യേശു കൊടുത്ത വെളിപാട് സ്വീകരിക്കാൻ അവൾ സദാ സന്നദ്ധയായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിലൂടെയുള്ള പൂർണ്ണ വെളിപാട് അവൾക്ക് കിട്ടിയത്. യേശുവുമായുള്ള ആ കണ്ടുമുട്ടലിൻ്റെ അനുഭവം, യേശു സമരിയാക്കാരിക്ക് തന്നെ വെളിപ്പെടുത്തിയ അനുഭവം, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്. മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. അവൻ വരുമ്പോൾ ഞങ്ങളെ എല്ലാം പഠിപ്പിക്കും. പ്രിയമുള്ളവരെ, നാം യേശുവിൽ വിശ്വാസമർപ്പിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുമെങ്കിൽ നമുക്കും യേശു തമ്പുരാൻ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത് നമ്മുടെ കാര്യം കാണാനുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക നേട്ടങ്ങളും ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷണികമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കാറുണ്ട്. ചിലപ്പം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നില്ലായിരിക്കും. അതിനെക്കുറിച്ച് ദൈവത്തോട് പരാതി പറയും, അതൊന്ന് മാറിയെന്നിരിക്കും. പക്ഷേ സമരിയാക്കാരി കാത്തിരുന്നത് ഈ വെളിപാടിനു വേണ്ടി അന്വേഷിച്ച് അവൾ അന്വേഷിക്കുകയും പോവുകയും എന്നിട്ട് സത്യം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അത് പൂർണ്ണ മനസ്സോടെ ആശ്ലേഷിക്കുകയും ചെയ്തു. അതാണ് സമരിയാക്കാരി. അപ്പോൾ ആ സമരിയാക്കാരിക്ക് കിട്ടിയ കർത്താവുമായുള്ള നേരിട്ടുള്ള കണ്ടുമുട്ടലിൻ്റെയും വെളിപാടിൻ്റെയും വെളിച്ചം നമുക്കും ലഭിക്കണമെങ്കിൽ ദൈവത്തെ തേടുന്ന മക്കളായി ദൈവത്തെ അറിയാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ അന്വേഷിച്ച് കാത്തിരിക്കുന്നവരാണ്. 14-ാം സങ്കീർത്തനം 2-ാം വാക്യം എന്താ പറഞ്ഞത്? കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടെ ആരായുന്നു. 53-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലും പറഞ്ഞു, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന്. അപ്പം നമ്മൾ ദൈവത്തെ തേടിയാൽ അവിടുന്ന് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. യെശയ്യാ പറഞ്ഞതുപോലെ സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി ദൈവജ്ഞാനം കൊണ്ട് നിറയും. തമ്പുരാനെ തേടുന്നവർ അവനെ കണ്ടെത്തും. അങ്ങനെയുള്ളവർ ദൈവവുമായുള്ള സൗഹൃദം നേടും. കർത്താവിൻ്റെ ആത്മമിത്രങ്ങളായി മാറും. അവൻ ഉപരിയായ കാര്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ നമുക്കായി വെളിപ്പെടുത്തി തരും. ഈ ധ്യാനപാതയിൽ പോകാൻ മറ്റൊരു പ്രധാന കാര്യം ദൈവം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നത് വിശ്വാസ വളർച്ച. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടു വിശ്വാസത്തിലേക്കുള്ള ക്ഷണം. അതിന് ദൈവത്തിൻ്റെ വെളിപാട് സ്വീകരിച്ച് സാക്ഷ്യപ്പെടുത്തുന്നവരുണ്ടാകണം, സാക്ഷ്യം കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവർ. അതാണല്ലോ സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം കേട്ട് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിലേക്ക് വന്നു. സമരിയാക്കാരിയുടെ സാക്ഷ്യം കേട്ട് ആ പട്ടണത്തിലുള്ളവരെല്ലാം യേശുവിലേക്ക് വന്നു. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള വെളിപാട് സ്വീകരിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളാകാം. അവിടുന്ന് കൂടുതൽ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തെ അറിയുകയും ആ അനുഭവജ്ഞാനത്തിൽ നിറയുകയും ചെയ്യുന്നതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് നമുക്ക് കാക്ഷിക്കാൻ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 35 വർഷമായി ഞാൻ ഈ ദൈവജ്ഞാനത്തിന് വേണ്ടി ദാഹത്തോടെ ഓടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ 35 വർഷവും ഈ തമ്പുരാൻ എനിക്ക് എൻ്റെ ദാഹം തീർക്കാൻ നിരന്തരം തൻ്റെ ദൈവിക ജ്ഞാനം ഒഴുക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എന്നിട്ടും ഒന്നുമായില്ല. അത് തീരുന്നില്ല, അവസാനിക്കുന്നുമില്ല. അതിൻ്റെ ശക്തി കൂടുതൽ ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദിവസം മുഴുവനും അധ്വാനിക്കാൻ
കടപ്പെട്ട നമ്മൾ അധ്വാനിക്കാതെ അലസരായി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി അലസരായി കഴിഞ്ഞിട്ട് അജ്ഞതയുടെ അന്ധകാരത്തെ തപ്പിത്തടയാൻ ഇടവരരുത്. ദൈവജ്ഞാന ചൈതന്യത്തിലേക്ക് വരാം. അതുപോലെ യേശു തമ്പുരാൻ തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ വേല പൂർത്തിയാക്കുകയും ചെയ്യുക സ്വന്തം ഭക്ഷണമാക്കിയതുപോലെ നമുക്ക് നമ്മുടെ യേശു തമ്പുരാൻ്റെ ഇഷ്ടം നിറവേറ്റാനും യേശുവിനെ പിതാവ് ഏൽപ്പിച്ച വേല പൂർത്തിയാക്കാൻ വേണ്ടി യേശു തമ്പുരാനോട് ചേർന്ന് നിൽക്കാനും നമുക്ക് പരിശ്രമിക്കാം. അവിടുന്ന് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.